ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കട്ട്ലറ്റ് ഇഷ്ടമില്ലാത്തവരാരും കാണില്ല അല്ലേ? പക്ഷെ വീട്ടിലത് തയ്യാറാക്കി എടുക്കുമ്പോൾ കടയിൽ കിട്ടുന്ന അതേ രുചിയിലും ഷേപ്പിലും ഒന്നും കിട്ടാറില്ല. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് 3 എണ്ണം, ചിക്കൻ 500 ഗ്രാം, കുരുമുളക് പൊടി 2½ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂണും പിന്നെ വറുക്കാൻ ആവശ്യത്തിനും, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, സവാള 1/2 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്, ക്യാപ്സിക്കം 1/2 കപ്പ്, മല്ലിയില 1/4 കപ്പ്, ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, മുട്ട 2 എണ്ണം, ബ്രെഡ് ക്രംസ് 1 കപ്പ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 3 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് മതിയാവും. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഷ്ണം കൂടുതലുള്ള ചിക്കൻ പീസസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇവിടെ ചേർത്താൽ മതി. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് തണുക്കുമ്പോഴേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മുളക് ചേർക്കാം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള അരിയുമ്പോൾ നല്ലപോലെ ചെറുതായിട്ട് തന്നെ അരിയുക, അല്ലെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിന് ഷേപ്പ് നേരെ കിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഈ പച്ചക്കറികളെല്ലാം മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും വേവാൻ അധികം സമയം വേണ്ട. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിൽ നിന്ന് എല്ലൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി തവി വെച്ചോ കൈ വെച്ചോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. എന്നാലേ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിന് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവ് ഉപ്പുമൊക്കെ നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി കുരുമുളക് പൊടിയും പകുതി മുളക് പൊടിയും ചേർക്കാം. ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് 2 കൈയുടെ ഇടയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഷേപ്പാക്കി കിട്ടും. ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടാവില്ല. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ നീളത്തിൽ കുഴൽ പോലെ ഉണ്ടാക്കിയെടുക്കാം, ഓവൽ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക.
ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട വേണം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഓരോ കട്ട്ലറ്റായിട്ട് എടുത്തിട്ട് സാവധാനം മുക്കി എടുക്കുക. മുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊടിഞ്ഞു പോകരുത്. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇപ്പം ബ്രെഡ് ക്രംസ് കടയിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ബ്രെഡ് എടുത്ത് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പം ഞാൻ ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഓരോ കട്ട്ലറ്റ് സാവധാനം വെച്ച് കൊടുക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വേണം കട്ട്ലറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കട്ട്ലറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കേണ്ടത് കട്ട്ലറ്റിൻ്റെ പകുതി ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ സൈഡ് ഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ആദ്യം ഇടുമ്പോൾ തന്നെ പകുതി ഭാഗം എണ്ണയിൽ മുങ്ങിക്കിടക്കണം. പിന്നെ മറിച്ചിടുമ്പോൾ ബാക്കി പകുതി ഭാഗം കൂടെ വെന്ത് കിട്ടും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സൈഡ് ഭാഗം പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് എണ്ണ മതിയാവും. വലിയ പാത്രത്തിലിട്ടാൽ അത്രത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക, മുരിഞ്ഞെങ്കിൽ മാത്രം മറിച്ചിടുക. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മറിച്ചിടുക. താഴ്ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. എല്ലാ സൈഡും നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി കട്ട്ലറ്റും വേവിച്ചെടുക്കാം. എല്ലാ കട്ട്ലറ്റും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. കുരുമുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.